പഠിച്ചോനെ നിങ്ങള് കാത്തോളി. ഇടത്തോട്ട് തിരിക്കുക, എവിടേക്ക് അങ്ങോട്ട് തിരിക്കണേ. സ്പീഡ് കൂട്ട്, സ്പീഡ് കൂട്ടാൻ. ആക്സിലേറ്റർ താനല്ലേ. ഹായ്, നമ്മളെ നാട്ടിലൊരു അവസ്ഥ ആലോചിച്ച് നോക്കാം ഞാന്. ഓളിപ്പോ ഗെയിം കളിക്കാൻ പോയിട്ട് എന്താ സുഖം. കേരളത്തിൽ കുറെ ആൾക്കാരെ റോട്ടിലിറക്കി, തെരുവിലിറക്കി, കുറെ ആൾക്കാരെ അപമാനിച്ച് അവഹേളിച്ച് ഓൾക്കൊരു കൂസലുമില്ല. ഇവളെ ഏത് സിനിമ നടിയേനി? ഞാനിതുവരെ കണ്ടിട്ടില്ല ഇവളെ ഒരു സിനിമയിലും. വല്ലാത്തൊരു ഒളുപ്പില്ലാത്തൊരു സിനിമ നടിയായിപ്പോയി. ഓരോ മെസ്സേജ് അയച്ചെന്നും പറഞ്ഞ് 2 തെളിവും വിട്ടിട്ട് ഓളിതാ വണ്ടി ഓടിച്ചെടുക്കണ്. കേരളത്തിലെ ജനങ്ങള് കുറെ MLA തടയണ്, MP തടയണ്, പ്രകടനം വിളിക്കണ്. കുറെ പെണ്ണുങ്ങള് പന്തം കത്തി ഇതാക്കണ്. ഓള് നല്ല അടിച്ചു ഒളിച്ചിട്ട് ഗെയിം കളിക്കണത് അവിടെ പോയിരുന്നിട്ട്. ഒളുപ്പും വല്ലാത്ത ജാതി. ഞാൻ ആലോചിച്ചു കേരളത്തിലെ ജനങ്ങളൊരു അവസ്ഥ. ഏതെങ്കിലും ഒരു പെണ്ണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മാധ്യമപ്രവർത്തകരുണ്ട്, അതിന്റെ പിന്നാലെ നടന്നിട്ട് ഓലെ വലിയതാക്കി, ഓലെന്തൊരു സംഭവമാക്കി. എന്നിട്ട് കേരളത്തിലെ കുറച്ച് ആൾക്കാരുണ്ട്, പാർട്ടിന്റെ ആൾക്കാർ, എല്ലാ പാർട്ടിയിലും ഉണ്ട്. എന്നിട്ട് ഓല് പന്തം കത്തി പ്രകടനം, പണിക്ക് പോകാണ്ട് റോഡ് തടയുക, ഉപരോധിക്കുക, MP തടയുക, തെറി പറയുക. ഓക്കൊരു കൂസലുമില്ല. ഓള് ഫേമസ് ആവാൻ വേണ്ടി ചെയ്തു, ഓള് കഴിച്ചില്ലായി. ഒരു മെസ്സേജ് അയച്ചിനപ്പോ ആ മെസ്സേജ് അയക്കണ സമയത്ത് തന്നെ താല്പര്യമില്ലാത്ത വ്യക്തി അയച്ചാൽ എന്ത് ചെയ്യണ്ടേ, അത് അങ്ങോട്ട് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്ന്. അന്നോള് വിചാരിച്ചിന് ഒരു MLA അല്ലേ, കടക്കട്ടെ. ഇതൊക്കെ എന്താ കേരളത്തിലെ ജനങ്ങളില്ലേ, വിഡ്ഢികളാണ് നമ്മളൊക്കെ, വെറും വിഡ്ഢികള്. ഈ പറഞ്ഞ ഞാനടക്കം. അല്ല, തമാശ എന്നല്ല. ഏതോ ഒരു വാണം പിടിച്ചൊരു പെണ്ണ് വന്നിട്ട് മെസ്സേജ് അയച്ച് അതാക്കി ഇതാക്കി അറിഞ്ഞേന് അതിന്റെ പിന്നാലെ നടക്കേണ്ട ഒരു ആവശ്യമല്ല. എന്ത് കാര്യം അതും കൊണ്ടല്ലേ. ഒരു മെസ്സേജ് അയച്ച് ഇനിയിപ്പോൾ ഓളെന്തോന്ന് കാട്ടി, ഓളെ കാട്ടണമെങ്കിൽ ഓള് നിന്ന് കൊടുത്തിട്ടല്ലേ. എന്താ ഇവളൊക്കെ കോലാലോചിക്കാൻ, ഓളെ ഡ്രസ്സ് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇവളൊരു മെസ്സേജ് അയച്ചതിന് അപ്പം അത്രയും വലിയ പ്രശ്നം കാട്ടണം. അത്ര നല്ല രീതിയിൽ നടക്കണ പെണ്ണായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ഈർക്കിളിമ സാരിറ്റിയമാരി ആടിയും പടി കാണിച്ചിട്ട് നടക്കണ ഇവളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഓലെ സമ്മതിക്കണ്ടേ. സിനിമ നടിക്ക് എന്താ 2 കൊമ്പുണ്ടോ? ഞാൻ ഇവളൊക്കെ കാണുന്ന സാധാരണ സ്ത്രീകളില്ലേ, അതേമാതിരി ഞാൻ കാണലുള്ളൂ. അല്ലാണ്ട് ഞാനിവളൊന്നും പൊന്തിച്ചു വലിയ സംഭവമായിട്ട് ഇവളെന്തോ ഒരു മറ്റേ കനകക്കട്ടി ഒരു സിനിമ നടിനെയും അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ സ്ത്രീ ആയിട്ട് കണ്ടാൽ ഒരു കുഴപ്പമില്ല. ഇതിപ്പോ ഒരു പാവപ്പെട്ട പെണ്ണിനാണ് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് ഇതാക്കി പറഞ്ഞാൽ ഒരു മനുഷ്യനും ഉണ്ടാവില്ല, ഒരു ചാനലാരും ഉണ്ടാവില്ല. ഒളുപ്പും മനല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ നാട്ടില്. എല്ലാം ഇവളെ കാട്ടിക്കൂട്ടിനാണ്. ഇവളിപ്പോ അടുത്ത് ഈ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഇവളെല്ലായിടത്തും ഇവളെന്നെ, സോഷ്യൽ മീഡിയ തുറന്നാ ഇവളെന്നെ. കുറെ പള്ള കാണിച്ചിട്ടും, കുറെ മറ്റേത് കാണിച്ചിട്ടും, മറിച്ചത് കാണിച്ചിട്ടും ഇവള് ഫേമസ് ആയി. അല്ലാണ്ടത്താ ബാക്കിയുള്ളവര് കൊടി പിടിക്കണ്, കൊടി കത്തിക്കണ്, ആൾക്കാരെ താഴണ്ട്, കച്ചറ ഉണ്ടാക്കണ്, MP സ്ഥാനം രാജ്യക്ക്, MLA സ്ഥാനം രാജ്യക്ക്. ജനങ്ങളൊക്കെ ഒന്ന് വിഡ്ഢികളൊക്കെ ചിന്തിച്ചൂടെ? എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ. എല്ലാ ജനങ്ങളുടെ അടുത്തുണ്ട് ഈ പരിപാടിയൊക്കെ. ആരും നല്ലവരൊന്നല്ല, ആവശ്യമില്ലാത്തവരൊക്കെ. എന്നിട്ട് കുറെ ചാനലാർ ഇവിടെ പിന്നാലെ ഇറക്കുക മൈക്കും പിടിച്ചിട്ട്, കാറ് കളിച്ച് തുപ്പണന്മാര് പണ്ടായത്തിനൊക്കെ. അല്ല, ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞുകൊണ്ട് പറയുന്നല്ല. ഇനി ഇങ്ങനത്തെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഇങ്ങനത്തെ ഒരു സ്ത്രീ വന്നിട്ട് അപരാധം പറഞ്ഞുണ്ടാക്കിയിട്ട് അതിന്റെ പിന്നാലെ ചാനലാർ നടക്കരുതെന്ന് ഞാൻ പറയുന്നത്. എന്താ വെച്ചാല് ഒഴിവാക്കി വിട്. ഒരു ദിവസം ഒരു വാർത്തത്തിലായിട്ട് ഒഴിവാക്കി ഇട്ടായി. ഇവർക്ക് വേണ്ടൊക്കെ ചെയ്യാം. ഞാനിപ്പോ ഒരു മെസ്സേജ് അയക്കാം, എന്നോട് താല്പര്യം ബ്ലോക്ക് ആക്കിയാ പോരെ. പിന്നെ മറ്റേതുണ്ടാക്കി മറിച്ചതുണ്ടാക്കി നിങ്ങൾ കടന്നോർത്തിട്ടല്ലേ മറ്റേതും മറിച്ചതൊക്കെ ഉണ്ടാക്കണം. ബലമായിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ MLA സ്ഥാനമല്ല, MP സ്ഥാനമല്ല, തൂക്കി കൊല്ലുന്ന വേണം. പിന്നെ പ്രായപൂർത്തിയാത്ത കുട്ടികളൊന്നല്ലല്ലോ. ഓളാ സാരിയും ചുരിദാറും ഇതിനൊക്കെ പിന്നാലെ ഇതിനൊക്കെ കൊടി പിടിച്ചിട്ട് വണ്ടി തടയാനും സമരം ചെയ്യാൻ പോണ ആൾക്കാരെ സമ്മതിച്ചിനേതായാലും. ഇവളൊക്കെ എന്താ വെച്ചാൽ എല്ലാ സ്ത്രീകൾക്കും കൂടി അപമാനമായിട്ടാണ് ഇവളൊക്കെ നടക്കുന്നത്. എല്ലാം ഉളുപ്പുമല്ലാത്തൊരു തുണിയും കുപ്പായിട്ട് നടക്കണോള്. എന്നിട്ട് ഓള് വലിയ എന്തോ ഒരു സംഭവ. ഞാൻ ഇന്ന് വരെ പണ്ടാത്തിന് ഒരു സിനിമയിലും കണ്ടിട്ടില്ല. വല്ല ആൽബത്തിലൊക്കെ അഭിനയിച്ചെന്ന് എനിക്കറിയില്ല. സിനിമയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഉളുപ്പുമല്ലാത്ത അല്ല. ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ പറയുന്ന വേണം. എന്താ വെച്ചാൽ ഇത്രയും വൃത്തി കെട്ടിട്ട് ഇവളൊക്കെയാണ് മെസ്സേജ് അയച്ചു തന്നിട്ട്
പിന്നെ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണം, എന്നിട്ട് ജനങ്ങളെ നീതിപ്പണം പിന്നെയും ചെലവാക്കി അടുത്ത ഇലക്ഷന്. ഇപ്പൊക്കെ ഒരു മെസ്സേജ് അയച്ചേന്, നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. എല്ലാം അതിനും പറ്റിയ ചെരക്കാച്ച തിരക്കിടില്ല. എല്ലാം എന്താ വെച്ചാൽ നമ്മൾ ജനങ്ങൾക്കൊക്കെ ഒഴിവാക്കി വേസ്റ്റ് ഒഴിവാക്കിയിട്ടാണല്ലോ. ഇതിനൊക്കെ നിന്നിട്ടല്ലേ മെസ്സേജ് അയക്കണതും ആട്ട് റിപ്ലൈ കൊടുത്തിട്ടല്ലേ ഇങ്ങോട്ട് മെസ്സേജ് വരുള്ളൂ, അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഓള് വല്ല നൈസായിട്ട് അതിന് പറ്റിയ ചെരക്കാച്ച തിരക്കില്ല. അല്ലാന്ന് ഓളിപ്പം അല്ലാത്ത കുറെ എണ്ണുണ്ട് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ. ഇപ്പൊ വേറെ ഏതോ ഒരു ചങ്ങായിട്ട് എന്തോ പ്രശ്നം വന്നിട്ട് ഇനി ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എന്താ വെച്ചാൽ ഫേമസ് ആകാൻ പറ്റിയൊരു അവസരമാണ്. എന്താ സോഷ്യൽ മീഡിയയിൽ ചാനലുകാർക്ക് ഒരു ഗതിയില്ല പരഗതി ഇല്ലെങ്കിൽ എന്തായിട്ട് ഇതിന്റെ പിന്നാലെ അങ്ങനെ നടക്കുമല്ലോ. ഇതിലും വലിയ സംഭവങ്ങൾ കേരളത്തിൽ നടക്കണം. അഴിമതി ഉണ്ട്, പല പ്രശ്നങ്ങളും, ജനങ്ങളെ നീതിപ്പണം കട്ട് പോണ കുറെ ആൾക്കാർ. അതിനൊന്നും പിന്നാലെ ആർക്കും പോകാൻ വയ്യ. ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചോ, ആരെങ്കിലും ഒന്ന് കടന്നു കൊടുത്തോ, ആരെങ്കിലും ഒന്ന് മുക്കി തൂറി നോക്കി എടുക്കണം ആ കുറെ ചാനലുകാരും. അല്ല പിന്നെ അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം.